Hello everyone, Assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm fine. This video is all about a very small shopping vlog with baby Abdullah. മോന് ഒറ്റയ്ക്ക് പുറത്ത് പോകാനും കളിക്കാനും പാർക്കിലെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിന് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സിൽ നമുക്കത് എന്തായാലും പോസിബിൾ അല്ല, പക്ഷേ വീക്കെൻഡിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈമും ഞാൻ വീക്ക് ഡേയ്സിൽ അവനെയും കൂട്ടി പുറത്തു പോകാറാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി, അപ്പോൾ മോർണിംഗ് ഇന്ന് എണീറ്റപ്പോൾ തന്നെ ആമസോണിൽ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ഇറ്റ് ജസ്റ്റ് ഡംബൽ, ഒരു 1 kg ഡംബലാണ്. ഞാൻ ഒരുപാടായിട്ട് എക്സസൈസ് വളരെ ലൈറ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഹാൻഡ് എക്സസൈസ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ഇതൊരു ഹെൽപ്ഫുൾ ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഇതിൻ്റെ ക്വാളിറ്റി നല്ലതായിരുന്നു. ചെറിയൊരു പ്രൈസിൽ വരുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പുറത്തുള്ള മെറ്റീരിയൽ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ കുറച്ച് യൂസർ ഫ്രണ്ട്ലി കൂടിയാണ്. ഇന്ന് വളരെ ഈസി ആയിട്ട് ലൈറ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയത്. നമ്മളുടെ നോർമൽ വൈറ്റ് റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന നീർദോശൻ്റെ മുകളിൽ ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് മൊസറല്ല ചീസ് കൂടി ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവും. കുറച്ച് സ്മൂത്തി ടെക്സ്ചർ ആയതുകൊണ്ട് ഒരു 1 year മുതലുള്ള മക്കൾക്ക് നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഇതിൽ ചീസ് ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ കുട്ടികൾക്കും ഓരോ ചീസിനോടായിരിക്കും താല്പര്യം. സോ അതിനനുസരിച്ച് ഇതിൽ ചീസ് ആഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും കുട്ടികൾ അത് റിജക്റ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ലാസ്റ്റ് 2 weeks അൽഹംദുലില്ലാ UAE വെതറിൽ നല്ല ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇന്നൊക്കെ നല്ല ചൂട് കുറവാണ്. കംപ്ലീറ്റ്ലി അല്ല, ബട്ട് അൽഹംദുലില്ലാ ഇറ്റ്സ് ഫൈൻ. നമുക്ക് ഒരു വോക്കബിൾ അറ്റ്മോസ്ഫിയർ ഒക്കെ ഓക്കെ ആവുന്ന രൂപത്തിലുള്ള ഒരു വെതറാണ് റീസെൻ്റ് ആയിട്ടുള്ളത്. ഒരു 2 weeks വെതറിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. റീസെൻ്റ് ആയിട്ട് ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് മോനെ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ബിസി ആക്കിയിട്ട് അത്യാവശ്യം കുറച്ച് ടൈം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. എന്നാലേ എനിക്ക് എൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അവൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും തോറും എനിക്ക് എൻ്റെ ഒരു ഡേയ്സിലെ ടൈം അത്രയും കുറഞ്ഞു വരികയാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് അവന് ടോയ്സ് ഒന്നും അധികം വാങ്ങാറേ ഇല്ല. സെയിം ടോയ്സിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവന് നല്ല രീതിയിൽ മടുപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇപ്പോൾ ടോയ്സിലും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. കരച്ചിലൊക്കെ കൂടുതലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ജസ്റ്റ് അവന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന്. വെറൈറ്റി ആയിട്ട് അവന് കുറച്ച് ഇഷ്ടമുള്ളതായിരുന്നു ബ്ലോഗ്സ്. ഇപ്പോൾ ബ്ലോഗ്സിനോടും കുറച്ച് ഇഷ്ടം കുറവ് വന്നിട്ടുണ്ട്. ഇതുവരെ മോൻ ട്രൈ ചെയ്യാത്ത എന്തിലെങ്കിലും മോനെ എൻഗേജ്ഡ് ആക്കിയാൽ മാത്രമേ അവൻ കുറേ ടൈം അതിൻ്റെ കൂടെ ഇരിക്കുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് അവൻ്റെ ഇഷ്ടം എന്താണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ടി വന്നില്ല. മോനെ നമ്മളുടെ കയ്യിലെ പേപ്പേഴ്സും ബുക്സും കളേഴ്സും ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് കളർ പെൻസിൽസും കളർ ബുക്സും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. എനിക്ക് പേഴ്സണലി പരിചയമുള്ള എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ചോദിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞത് കളർ പെൻസിലൊന്നും കൊടുക്കാനായിട്ടില്ല, ഹീസ് ജസ്റ്റ് 2.5 എന്നായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു നീഡ് എന്ന് പറഞ്ഞാൽ അവനെ എന്തിലെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രീൻ ഞാൻ അതിൽ എന്തായാലും പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ അപ്പാർട്ട് ഫ്രം സ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാന്ന് പറയുമ്പം അതൊരു നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഒരു ട്രൈ എങ്കിലും ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. എൻ്റെ ഫ്രണ്ടിനോട് സജഷൻ ചോദിച്ച സമയത്ത് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് അറിയാത്ത അല്ലെങ്കിൽ അവർക്ക് യൂസ്ഡ് അല്ലാത്ത ഒരു സാധനം അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് മേ ബി അവരത് വോളിലൊക്കെ വരച്ചിടാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കളർ ഇപ്പോൾ കൊടുക്കുന്ന ടൈം അല്ലാന്ന് അവൾ എന്നോട് സജസ്റ്റ് ചെയ്തത് അതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മളത് ടീച്ച് ചെയ്യുന്ന പോലല്ലേ അവരത് യൂസ് ചെയ്യൽ. എൻ്റെ മോന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രായമാണ് ഇപ്പോൾ ഇത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് കരാമ ഡേ ടു ഡേയിലേക്ക് വന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു 5 to 6 minute ഡ്രൈവ് മാത്രമേ ഉള്ളൂ കരാമ ഡേ ടു ഡേയിലേക്ക്. ഇവിടെ ആകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നില്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒന്ന്. നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ കിച്ചണിലേക്കും കൂടി കുറച്ച് പ്രൊഡക്ട്സൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. കിച്ചൺ സെക്ഷനിൽ പോയാൽ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും അവിടെ പർച്ചേസിന് എന്നുള്ളത് കൊണ്ട് തന്നെ മോൻ്റെ സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് കിഡ്സ് ഏരിയയിലേക്ക് പോയി. സ്റ്റേഷനറിയിലേക്ക് വന്നപ്പോഴേക്കും ഒരുപാട് ബുക്സ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഞാൻ കളർ ബുക്ക് വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ബുക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. ഫാം ആനിമൽസിൻ്റെ ഒരു പസിൽ ബുക്കാണിത്. മോനെ എൻഗേജ്ഡ് ആക്കാൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബുക്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ആക്ടിവിറ്റി ബുക്സ്, കളർ ബുക്സ്, പോയിന്റ് ബുക്സ്, ഗെയിം ബുക്സ്, അങ്ങനെ ഒരുപാട് ബുക്സ്. എന്നോട് ആരോ റീസെൻ്റ് ആയിട്ട് ഏതോ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോനെയും വെച്ചിട്ട് ലുലു എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നതെന്ന്.
ആക്ച്വലി ഇതൊക്കെ തന്നെയാണ് പണി. അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് ക്യൂരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അവരുടെ കയ്യിൽ കൊടുത്താൽ ഒരുപാട് ടൈം അവർ അതും കൊണ്ടിരിക്കും. മോനാവശ്യമുള്ള എല്ലാ പ്രൊഡക്ട്സും വാങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ഹൗസ് ഹോൾഡ് സെക്ഷനിലേക്കായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഓയിൽ ഓർഗനൈസർ അല്ലെങ്കിൽ ഓയിൽ പോട്ടായിരുന്നു അത്. അത്യാവശ്യം പ്രൈസ്ഡ് ആയതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. ആ ഒരു പ്രൈസിന് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങാതിരുന്നത്. കഴിഞ്ഞ വീക്കിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രൊഡക്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ. ഫുൾ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആയിരുന്നു. ഇവിടെ അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എപ്പോൾ പോകുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് കൂടുതൽ സമയവും കൺഫ്യൂസ്ഡ് ആവും. വുഡൻ സെക്ഷനിലേക്ക് പോയപ്പോൾ ഒരുപാട് പുതിയ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. ട്രേ ആണെന്നുണ്ടെങ്കിലും, ഫുഡ് ട്രേ ആണെന്നുണ്ടെങ്കിലും, സെർവിങ് ട്രേ ആണെന്നുണ്ടെങ്കിലും, കട്ടിംഗ് ബോർഡ് ആണെന്നുണ്ടെങ്കിലും. ഈ ഒരു ട്രേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 12.99 AED ആണ്. ആ ഒരു പ്രൈസിന് ഇത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഷേപ്പാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. ഇതും ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് സെർവിങ്ങിനാണെന്നുണ്ടെങ്കിലും കുക്കിംഗ് ടൈമിലാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഹൗസ് ഹോൾഡിലെ വുഡൻ സെക്ഷനിലേക്ക് വരുമ്പോൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആവും. വുഡൻ ട്രേസ് ആണെങ്കിലും, വുഡൻ കട്ടിംഗ് ബോർഡ്സ് ആണെന്നുണ്ടെങ്കിലും, വുഡൻ സെർവിങ് പ്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും, എവറിത്തിങ് ഹാവ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഒരുപാട് കളേഴ്സിൽ ഒരുപാട് ഡിസൈനുള്ള ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. വുഡൻ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കൺഫ്യൂസ്ഡ് ആവും കേട്ടോ, ഏതെടുക്കണം എന്ന് ആലോചിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ ഒരു വുഡൻ സെക്ഷനിലായിരുന്നു. ഈ വുഡൻ സെക്ഷനിൽ ഒറിജിനൽ വുഡനും ഉണ്ട്, ഫേക്ക് വുഡൻസും ഉണ്ട്. അതായത് പെട്ടെന്ന് ഡാമേജ് ആവുന്ന ടൈപ്പിലുള്ളതും ഉണ്ട്, ഒരുപാട് ടൈം ലാസ്റ്റ് ചെയ്യുന്നതും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സും ഉണ്ട്, അത്ര നല്ല ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സിനും ഒരു 10 AED അല്ലെങ്കിൽ 15 AEDൻ്റെ ഉള്ളിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് എല്ലാം. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റീൽ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 2 month ബാക്ക് ഇവിടുന്ന് ഒരു നെറ്റ് ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സെയിം ബാസ്ക്കറ്റിൻ്റെ പെയർ ഒന്നുകൂടി വേണമെന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ ആ സെയിം ബാസ്ക്കറ്റിൻ്റെ പെയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രൊഡക്ട്സ് എപ്പോഴും മാറി മാറി വരുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റ് അതിൻ്റെ പെയറായിട്ട് നമ്മൾ ഒന്നുകൂടി വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും വാങ്ങുമ്പോൾ കുറച്ചധികം ആവശ്യമുണ്ടെങ്കിൽ വാങ്ങി വെക്കുന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഈ ഒരു സ്പാച്ചുല വാങ്ങിയിട്ടോ, ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് കേക്ക് മിക്സിങ്ങിനൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ക്വാളിറ്റി ഈസ് ഓൾസോ റിയലി ഗുഡ്. ചില സെക്ഷനിലൊക്കെ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന് വേണ്ടി ഒരു മൊത്തം സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അതുപോലുള്ളൊരു സെക്ഷനാണിത്. റോയൽ ഫോർഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ലൈക്ക് ഗ്രേറ്റർ ആയിക്കോട്ടെ, സ്പ്രെഡർ ആയിക്കോട്ടെ, സ്പൂൺസ് ആയിക്കോട്ടെ, ബേക്കിംഗ് ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും ഒരു സെക്ഷനിൽ തന്നെ ഉണ്ടായിരിക്കും. വുഡൻ സ്പൂൺ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി അനുസരിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകാനും ചാൻസസ് കൂടുതലാണ്. ഇത് നമ്മളുടെ ജിഞ്ചർ ഗാർലിക്കൊക്കെ ജസ്റ്റ് ക്രഞ്ച് ചെയ്തെടുക്കുന്ന പാത്രമാണ്. ഇതിൻ്റെ വുഡനും സ്റ്റീലും അയേണും അവൈലബിൾ ആയിരുന്നു. ഇതും ഇതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വാങ്ങിയാൽ മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇത് ബേബി അബൂദിന് വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു. ജസ്റ്റ് ഒരു കുഞ്ഞു സ്റ്റോറേജ് ബോക്സ്. പക്ഷെ അതിൻ്റെ പ്രൈസ് അത്യാവശ്യം കൂടുതലായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഡീപ്പും ആ പ്രൊഡക്റ്റിന് ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ വാങ്ങിയില്ല. ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ലഞ്ച് ബോക്സ് ബാഗ്സ് അവൈലബിൾ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എൻ്റെ ഹസ്ബൻഡിനും ഞാനൊരെണ്ണം വാങ്ങി. ഇതൊക്കെ കിഡ്സിൻ്റെ സെക്ഷനിലുള്ളതായിരുന്നു കേട്ടോ. എനിക്ക് എന്തൊക്കെ വാങ്ങേണ്ടത് എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ലിസ്റ്റാക്കി കൊണ്ടുപോയതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ പെട്ടെന്ന് തന്നെ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റി. ഞാൻ ഈ ഒരു അഡ്ഹസീവ് സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് എൻ്റെ കിച്ചണിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എനിക്ക് കുറച്ച് പെയർ ഓഫ് ഗ്ലാസ് ജാർസ് വാങ്ങണമെന്നുണ്ടായിരുന്നു. എൻ്റെ പ്രീവിയസ് ഡേ ടു ഡേ പർച്ചേസിങ് വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിയ ഗ്ലാസ് ജാർസ്. ആ സെയിം പെയർ ഓഫ് ഗ്ലാസ് ജാർസ് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വീക്കോ നമ്മളിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ സെയിം പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടിരിക്കില്ല. അപ്പോൾ പിന്നെ കിച്ചണിൽ നമ്മൾ ഗ്ലാസ് ജാർ വാങ്ങുമ്പോൾ ഒക്കെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാർസ് ആയിരിക്കും. അപ്പോൾ ആ സെയിം ഗ്ലാസ് ജാർ തന്നെ എനിക്ക് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സെറാമിക് സെക്ഷനിലേക്കാണ്. എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. എൻ്റെ വ്ളോഗ്സ് ഒരുപാടായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും എനിക്ക് സെറാമിക് ഐറ്റംസ് എത്രത്തോളം ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന്. ഇത് ഡേ ടു ഡേയിലെ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെറാമിക് സെക്ഷൻ. ഇതിൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സും ഉണ്ട്, ലോ ക്വാളിറ്റി പ്രൊഡക്ട്സും ഉണ്ട്. ഇത് അവരുടെ ഒരു ചെറിയ ചീപ്പസ്റ്റ് പ്രൈസ്ഡ് പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. കൂടുതൽ സമയങ്ങളിലും ഇവിടെ വരുമ്പോൾ ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവല് നമ്മളുടെ നോർമൽ
സെറാമിക് കളർ, ക്രീം കളറിലുള്ള സെറാമിക് പോട്ട്സ് ആണ്. പക്ഷേ ഇപ്രാവശ്യം മാത്രം ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള സെറാമിക് ഐറ്റംസ് അവിടെ അവൈലബിൾ ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ ബില്ല് ചെയ്യുന്ന ഏരിയയിലുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. കുഞ്ഞു കുഞ്ഞു നല്ല പ്ലാന്റ്സും അതിനെ പറ്റിയ പോട്ട്സും ഒക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോട്ട്സ് നോക്കിയിരുന്നു, പക്ഷേ അതിൻ്റെ സൈസ് ഓക്കെ ആവാത്തതുകൊണ്ട് വാങ്ങിയില്ല. ഓൾമോസ്റ്റ് ഒരു 3 to 4 hours നമ്മൾ കറാമ ഡേ ടു ഡേയിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ടയേർഡായിരുന്നു. പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ വേണ്ടി അവൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കളർ ബുക്കും പെൻസിൽസും ഒക്കെ വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എന്നെക്കാളും അവനായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അവൻ വീട്ടിലെത്തിയ ഉടനെ ഫസ്റ്റ് ചെയ്തത് കളർ ബുക്കും പെൻസിലും ഒക്കെ എടുത്തിട്ട് കളർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു എന്നുള്ളതാണ്. ഒരെണ്ണം മാത്രം കളർ ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തു. അവൻ്റെ കൈയൊക്കെ പിടിച്ച് പതിയെ കളർ ചെയ്തിട്ട് എങ്ങനെയാണ് കളർ ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുത്തു. സെക്കൻഡ് മുതൽ അവനിങ്ങനെ പതുക്കെ ട്രൈ ചെയ്തു വരികയാണ്. അവൻ പുറത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് അവൻ കളർ പെൻസിൽ ട്രൈ ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവന് ഫുഡ് കൊടുത്ത് അവൻ ഉറക്കണം. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് ഞാൻ വാങ്ങിയത് ഈ ഒരു സ്റ്റാൻഡാണ്. എൻ്റെ കിച്ചണിൽ കുഞ്ഞു ഷെൽഫുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഗ്ലാസ് ജാർസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു ഈ ഒരു ഷെൽഫ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഇതൊരു മെറ്റൽ ഫോമിൽ വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷെൽഫാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് ഈ ഒരു സെൽഫ് അഡസീവ് ഫോയിലാണ്. ഇതെൻ്റെ കിച്ചണിലെ ചെറിയ പാർട്ടൊക്കെ ഇങ്ങനെ ഡാമേജ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കുറച്ചൊന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ക്വാളിറ്റി നല്ലതായിരുന്നു. നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ഈ ഒരു ഗ്ലാസ് ജാർസ് ആണ്. ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എന്നിട്ട് ഫുഡൊക്കെ സ്റ്റോർ ചെയ്തിട്ട് എടുത്ത് വെക്കാം. ഇതായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ലഞ്ച് ബോക്സ് ബാഗ്. ആക്ച്വലി ഇതെൻ്റെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമായില്ല. ബിക്കോസ് മെൻസിൻ്റെ കളക്ഷനിലല്ല, ഇത് ലേഡീസ് കളക്ഷൻ ആണെന്നും പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് അത് യൂസ് ചെയ്യുന്നില്ല. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ജാർസൊക്കെ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫുള്ളൊന്ന് റീഫിൽ ചെയ്യാം. ഞാൻ ഒരുപാട് പ്ലാസ്റ്റിക് ജാർസ് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. റീസെൻ്റ്ലി അൽഹംദുലില്ലാ എൻ്റെ കിച്ചൺ ഒരു കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഫ്രീ ആവാൻ വേണ്ടി പോവാണ്. ഫ്യൂ മന്ത്സ് ബാക്ക് ഞാൻ ഇതുപോലെ തന്നെ ഒരു ഡേ ടു ഡേൻ്റെ പർച്ചേസ് വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ജാർസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഗ്ലാസ് ജാർസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പേടിച്ചിട്ട് ടെക്സ്റ്റ് ചെയ്തതായിരുന്നു. ലൈക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർ യൂട്യൂബിൽ സെർച്ച് ചെയ്തു, പ്ലാസ്റ്റിക്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒത്തിരി കണ്ടു, ആ ഒരു വീഡിയോ ചെയ്തതിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഐ എം സോ ഹാപ്പി. ആക്ച്വലി അവർ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ബിക്കോസ് എനിക്ക് ഒരുപാട് ബോട്ടിൽസിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്. ആക്ച്വലി പ്ലാസ്റ്റിക് ജാർസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഞാനൊരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ അതിനെപ്പറ്റി തരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വളരെ ഷോർട്ടായിട്ട് ഗ്ലാസ് ജാർസിൻ്റെ അഡ്വാൻറ്റേജസ് എന്നും പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും സ്റ്റിൽ കിച്ചണിൽ പ്ലാസ്റ്റിക് ജാർസ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതുമല്ല ഒരു പ്ലാസ്റ്റിക് ജാറ് ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു ചേഞ്ച്, അറ്റ്ലീസ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ട്രൈ ചെയ്യുക. ഒരിക്കലും ഒരേ പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് കിച്ചണിൽ 3 to 4 years ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇറ്റ്സ് റിയലി ബാഡ് ഫോർ യുവർ ഹെൽത്ത്. ആക്ച്വലി കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെ ഹെൽത്തിനെ എന്തായാലും ബാഡായിട്ടുള്ളൊരു രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ യാ, ദാറ്റ്സ് ഇറ്റ്. എൻ്റെ കിച്ചണിൽ ഒരുപാട് പ്രൊഡക്ട്സ് എനിക്ക് മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. ആക്ച്വലി അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ. എന്നോട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ടൂർ കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഐ എം നോട്ട് ഓക്കെ വിത്ത് മൈ കിച്ചൺ. അൽഹംദുലില്ലാ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു കിച്ചണൊക്കെ തന്നെയാണ്. ബട്ട് ഐ ഡോണ്ട് നോ വൈ ഐ എം നോട്ട് ഓക്കെ വിത്ത് എ കിച്ചൺ ടൂർ. മേ ബി ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ കാണിക്കും. ബിക്കോസ് ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ താഴെയും കിച്ചൺ ടൂർ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് 1-2 ആൾക്കാരെങ്കിലും മിനിമം വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവർ കമൻറ്റ് ചെയ്ത് അവരുടെ കമൻറ്റ്സ് ഇപ്പോൾ കാണാറേ ഇല്ല. അവർക്ക് മനസ്സിലായി ഞാൻ ചെയ്യാൻ പോകുന്നില്ല എന്ന്. മേ ബി അതായിരിക്കും. നോ, ഇൻഷാല്ലാ ഐ മസ്റ്റ് ഡു ഇറ്റ്. ഇൻഷാല്ലാ എൻ്റെ പ്ലാനിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് ജാർസൊക്കെ മൊത്തത്തിൽ മാറ്റി ഗ്ലാസ് ജാർ സ്വിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കിച്ചൺ ടൂർ വ്ളോഗുമായിട്ട് വരും. ഒരു 1 or 2 months ബാക്ക് ഞാൻ ഡേ ടു ഡേയിൽ പോയ സമയത്ത് വാങ്ങിയതായിരുന്നു ഈ 2 ഗ്ലാസ് ജാർസ്. ഇറ്റ്സ് റിയലി ഗുഡ്. 2 kilogram വരെ ഫുഡ് കൊള്ളുന്ന ഒരു കണ്ടെയ്നറായിരുന്നു ഇത്. ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ ഞാൻ ഡെയ്സോ ജപ്പാനിൽ കണ്ടിട്ടുണ്ട്. ഇത് ഡെയ്സോൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള 9.99 AED വരുന്ന കണ്ടെയ്നേഴ്സാണത്. എനിക്ക് 2 കണ്ടെയ്നേഴ്സേ കിട്ടിയുള്ളൂ. ഒരുപോലെ ഇരിക്കുന്ന 2 കണ്ടെയ്നേഴ്സേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സോ യാ, ദാറ്റ്സ് ഇറ്റ്.
ഇറ്റ് വാസ് എ വെരി സ്മോൾ ഷോപ്പിംഗ് വ്ളോഗ് വിത്ത് ബേബി അബ്ദുള്ള. എനിക്ക് മോൻ്റെ കൂടെ പർച്ചേസിന് പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ഒരു ഹറി ബറി പേഴ്സണാണ്. ഹീ ഈസ് നോട്ട് ഓക്കെ വിത്ത് പർച്ചേസ്, എസ്പെഷ്യലി ഫോർ കിച്ചൺ. അതുകൊണ്ട് ഐ എം റിയലി ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ബേബി ഫോർ ഷോപ്പിംഗ്. അന്ന് ഈവനിങ് നമ്മൾ കറാമയിലൊന്ന് പോയി, നമുക്കൊരു അർജൻറ്റായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ വാച്ചിങ് ടിൽ ദ എൻഡ്. താങ്ക് യു.